2009 എന്നൊക്കെ പറയുമ്പോഴേ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, കമ്പ്യൂട്ടർ വാങ്ങാൻ ഒരാൾ ആലോചിക്കണം മുമ്പ് തന്നെ ആളതിന് അസംബിൾഡ് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളതും പറയാറുള്ളതും. അതെന്തുകൊണ്ടാണെങ്കിൽ ഒരു ബ്രാൻഡഡ് കമ്പ്യൂട്ടർ ഇന്ന് നമ്മൾക്ക് വളരെ ഈസിലി വാങ്ങാൻ പറ്റിയ പ്രൈസിലേക്ക് അത് വന്നിട്ടുണ്ട്. അതേസമയം 2009, 10, 11, 12 എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒരു അസംബിൾഡ് കമ്പ്യൂട്ടറും ബ്രാൻഡഡ് കമ്പ്യൂട്ടറും തമ്മിൽ ഒരു 4-5 ടൈംസ് പ്രൈസ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മുടെ അടുത്ത് പലരും വരും ഒരു കമ്പ്യൂട്ടർ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ അസംബിൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം തന്നെയാണ് ഞാൻ ആ പറഞ്ഞ ക്യാനി പ്രൊജക്റ്റ് നൈജീരിയയിൽ വരണതും അതിന് ഭാഗം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ആവണതും. അന്ന് തുടങ്ങിയ സ്വപ്നത്തിൽ നിന്ന് അതിനെ താലോലിച്ച് ഞാൻ വീണ്ടും പല കമ്പനികളും മാറി വർക്ക് ചെയ്തു. എല്ലായിടത്തും ജോലിയിലൊക്കെ മാറി, ജോലി നമുക്ക് വളർച്ച കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് 2014 ആകുമ്പോഴേക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ജോബ് റിസൈൻ ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആകെ നോക്കേണ്ടത് എന്നെ ഏൽപ്പിച്ച കടമകൾ ഞാൻ നോക്കേണ്ടത് എന്നുള്ളത് മാത്രം കാര്യമാണ്. അതിൻ്റെ ഡെലിവറി കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോഴേ നമ്മൾ മനസ്സിലാവുക അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നമ്മളൊരാളുടെ മനസ്സെന്നും ചിന്തയെന്നും കൊണ്ടുവന്നിട്ട് വേണം അതിനൊക്കെ വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. കേവലം സെയിൽസ് മാത്രം നോക്കിയിരുന്ന ഞാൻ പിന്നീട് അതിൻ്റെ സ്റ്റാഫിങ് നോക്കണം, HR നോക്കണം, റിസോഴ്സുകളെ ഹയർ ചെയ്യണം, അവർക്ക് ഓൺ ടൈമിന് സാലറി കൊടുക്കാൻ പറ്റണം, പ്രൊഡക്ഷൻ നോക്കണം, സപ്ലൈസ് നോക്കണം, ലോജിസ്റ്റിക്സ് നോക്കണം. ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ആ സമയം നമ്മൾ ശരിക്ക് വലിയ ക്ഷമയുടെ ആരൂപമായി മാറണം.